ദൃശ്യം തമിഴ് വരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ആദ്യമേ തന്നെ ജിത്തു സാറ് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, തമിഴ് ദൃശ്യത്തിൽ ഈ ആർട്ടിസ്റ്റുകളൊന്നും മലയാളത്തിലെ ഒരു ആർട്ടിസ്റ്റുകളും ഉണ്ടാവില്ല, ഒന്നും വേണ്ട, എല്ലാം പുതിയ ആർട്ടിസ്റ്റുകളാണെന്ന് കമൽ സാർ പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാനത് സ്വപ്നം പോലും കണ്ടിരുന്നില്ല. സത്യസന്ധമായി പറഞ്ഞാൽ മലയാളം തന്നെ ഞാൻ സ്വപ്നം ഇത്രയും വലിയൊരു റോളാണെന്ന്, അത്രയും ഒരു ഹെവി ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്, എങ്ങനെ ഇതെടുക്കും, ഇത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ളതൊന്നും നമുക്ക് അങ്ങനെയുള്ള വിവരമൊന്നുമില്ല ആ കാലത്ത്. അപ്പം തമിഴിലേക്ക് വരുമ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, സ്വപ്നത്തിൽ പോലും ഇല്ല ഞാനാണെന്നുള്ളത് പ്രതീക്ഷിച്ചിട്ട്. അപ്പം അന്ന് കേട്ടു രമ്യ കൃഷ്ണനാണ്, ശ്രീദേവി നമ്മുടെ ശ്രീദേവിയാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ കേട്ട പേരുകളെ കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിൽ ആനന്ദിച്ചു. ഞാൻ ചെയ്ത ഒരു വേർഷൻ അവർ ചെയ്താൽ എനിക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്, ഒരു ഭാഗ്യമാണെന്നൊക്കെ ചിന്തിച്ചിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ജിത്തു സാറ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്, തമിഴിൽ വെൽക്കം ടു ഇങ്ങനെ അങ്ങനെ അപ്പോഴും ഞാൻ വെച്ചാൽ തമിഴ് തുടങ്ങുകയാണ് എന്നാണ് വെച്ചത്. എനിക്കൊണ്ട് ഏഞ്ചൽസ് എന്ന് പറഞ്ഞ സിനിമ, ജോൺ ഡയറക്റ്റ് ചെയ്യുന്ന ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനിലാണ് സാർ എന്നെ വിളിച്ച് പറയുന്നത്. പറഞ്ഞു എന്നോടൊരു ആശയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, അപ്പം കുറച്ചു നേരം വിശ്വസിക്കാൻ പറ്റിയില്ല. സാറ് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഇവിടെ ലാലേട്ടൻ പറഞ്ഞതുപോലെ വെൽക്കം ടു മലയാള സിനിമ പറഞ്ഞതുപോലെ വെൽക്കം ടു തമിഴ്, അങ്ങനെയാ പറഞ്ഞത്, വെൽക്കം ടു തമിഴ് ദൃശ്യം. അന്ന് പാപ്പനാസ് എന്ന് പേരില്ല. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയി കുറച്ച് കഴിഞ്ഞ് അവിടെ ചെല്ലുന്നു. പിന്നെ നമുക്ക് ടെൻഷനും ഭയങ്കര കമൽ സർ ഫാനാണ്. പ്രത്യേകിച്ച് സാഗര സംഗമമൊക്കെ കണ്ടിട്ട് അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എക്സൈറ്റ്മെന്റ് മൂത്തിട്ട് എല്ലാവരുടെയും പ്രത്യേകിച്ച് ഡാൻസേഴ്സിന്റെ ഒക്കെ ഒരു സ്വപ്നമാണ് അദ്ദേഹത്തിനെ കാണുക എന്നുള്ളത്. അപ്പം അങ്ങനെ കണ്ടു. ഫസ്റ്റ് കാണുന്നതിന് ഇൻട്രോവേഷൻ സീനായിരുന്നു ആദ്യത്തെ ദിവസം. കണ്ടു, ഞാൻ കാലിങ്ങനെ തൊട്ട് നമസ്കരിച്ചു. ഞാനപ്പോൾ എനിക്കറിയാവുന്ന തമിഴിലും ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി, ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഫുൾ അദ്ദേഹം എന്നോട് മലയാളത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഹി നോസ്, ഹി ആസ്ക്ഡ് അബൌട്ട് ഓരോ കാര്യങ്ങൾ, ദൃശ്യത്തിനെ കുറിച്ച്, ഡാൻസിനെ കുറിച്ച് സംസാരിച്ചു. എന്നോട് ചോദിച്ചു, ഒരു ടെലിവിഷൻ സീരിയൽ ചെയ്തിട്ടില്ലേ, എല്ലാം ഹി നോസ് എവറിത്തിങ്, ഇൻ ആൻഡ് ഔട്ട് എല്ലാം അറിയാം. സോ ഭയങ്കര ഒരു എന്താ പറയുക, ആദ്യം ഒരു ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. പ്രത്യേകിച്ച് നമ്മളുടെ ഒരു പ്രൊഫഷൻ നൃത്തമായതുകൊണ്ട് ഇവർ രണ്ടുപേരുടെയും പണ്ട് എന്നെ സിനിമകളിൽ വിളിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇവരെ കണ്ടിട്ടൊക്കെ ഉണ്ട് ഞാനിവരെ. പക്ഷെ കമൽ സാർ കണ്ടിട്ടില്ലല്ലോ. ആ എക്സൈറ്റ്മെൻറ്റ് മുഴുവൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതൊരു കയ്യും കാലമൊക്കെ വിറച്ച് കാലിൽ തൊട്ട് തൊഴുമ്പം ഐസ് പോലെ കാലിൽ തൊട്ട് തൊഴുതാണ് കമൽ.